അമ്മ, ഞാനില്ലേ ഈ കല്യാണത്തിന്. ഞാൻ നിങ്ങളുടെ കുഞ്ഞല്ലേ, ഇന്ന് അടുത്തുണ്ടെന്ന് പറ അമ്മ. നീ അവരുടെ മുന്നിലൊന്ന് വന്ന് നിന്നാ മതി മോളെ, അവരങ്ങ് കണ്ടിട്ട് പൊക്കോളൂന്നേ. പോയിട്ട് അവർ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് കേട്ടാ. അച്ഛൻ എന്തായാലും ഇത് നടത്തുമെന്ന് ഉറപ്പാ. അങ്ങനെയൊന്നും നടക്കത്തില്ലെന്നേ, നീ ഒന്ന് റെഡിയായി വാ കോഴിക്കുഞ്ഞ്. അമ്മേ, ഈ നേരത്ത് ഓ വളവി, നിങ്ങൾ എല്ലാവരും ഊറ്റക്കെട്ട പെണ്ണെ, ചവിട്ട് കിട്ടണമെങ്കിലേ റെഡിയായിട്ട് ഇങ്ങോട്ട് വാടി. അവര് വന്നു, നീ അവളെ പെട്ടെന്ന് റെഡിയാക്കി ഇറക്കിക്കേ. വേഗം റെഡിയായിട്ട് വരണേ മോളെ, എന്റെ ചക്കരയല്ലേ. വരൂ വരൂ, വീടറിയാവുന്നത് കൊണ്ട് കണ്ടുപിടിക്കാൻ നടക്കണ്ടായിരുന്നല്ലേ. ഇനിയിപ്പോ സ്ഥിരമായിട്ട് വരാതെ. വാടി മോനെ വാ. അവളെ ഒരു വിധത്തിലാ റെഡിയാക്കാൻ വിട്ടത്. ഇവനെ ഒരു വിധത്തിലാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോ ആകെ ഞെട്ടി. ഇങ്ങോട്ടാ വരുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. അതായിരിക്കും അവളുടെ അവസ്ഥ. വന്നിട്ട് മുഖത്ത് നോക്കുമോന്ന് സംശയമുണ്ട്. ഇനിയിപ്പോ ലേറ്റ് ആക്കണോ? വിളിക്കല്ലേ? ആമി മോളെ വാ. ആമി ചായയുമായി അങ്ങോട്ടേക്ക് വന്നു. അവൾ എന്നാലും ആരുടെയും മുഖത്ത് നോക്കിയിരുന്നില്ല. അവൾ ചായ കൊടുത്ത് അതുപോലെ തന്നെ റൂമിലേക്ക് പോയി. എടി ഒന്ന് നിക്കടി പെണ്ണെ. ആമി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവള് തല ഉയർത്തത്തില്ല. മോനിന് എന്തിനു സംസാരിക്കാണ്ടോ? കാണത്തില്ല, എന്നാലും അങ്ങോട്ട് ചെല്ല്. രണ്ടും കൂടെ ചേർന്ന് കല്യാണം ഒന്നും മുടക്കാൻ നിൽക്കണ്ട, നടക്കത്തില്ല. പുതിയ ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും ഒന്നും ഉണ്ടാക്കാൻ നിക്കണ്ട കേട്ടല്ലോ. ഈ എലിക്കുഞ്ഞനൊരു ആവശ്യത്തിന് വിളിച്ച് എടുക്കില്ല. ഏത് കപ്പയുടെ മൂട് തുറക്കാൻ പോയതാണോ തെണ്ടി. ഇനി ആ പെണ്ണിനെ എങ്ങാണ് ഇഷ്ടപ്പെട്ടോ വരാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കാണോ? ഫോൺ എടുക്കണ കാല. ഇവന്റെ റിംഗ് ടോൺ എന്താ ബാക്കിൽ നിന്ന് കേക്കുന്നേ? എടാ പട്ടി, എന്റെ ബാക്കിൽ വന്ന് നിന്നിട്ടാണോടാ നീ ഫോൺ എടുക്കാത്തത്? എവിടെ പോയി കിടക്കാടാ? എപ്പോഴാ നീ വരാന്ന് പറഞ്ഞത്? ഞാൻ വന്നിട്ടേ കുറച്ചു നേരമായി. എന്നിട്ട് നീ എവിടെ നിക്കായിരുന്നു? എന്ന ഫോൺ എടുക്കാത്തെ? ഞാനാണെങ്കിൽ ആ ചെറുക്കനെ പോലും നോക്കിട്ടില്ല. അച്ഛനാണെങ്കിൽ അത് ഉറപ്പിക്കണം കേട്ടാ. നീ നോക്കാന് നന്നായി. അതുകൊണ്ടേ അടുത്ത് വന്നൊന്ന് കാണാൻ പറ്റിയല്ലോ. അടുത്ത് നിന്ന് കാണാനോ? എനിക്ക് വയ്യ, നീ മിണ്ട്. ആ ചെറുക്കനെ റൂമിലോട്ട് പറഞ്ഞു വിടുന്ന കേട്ടു. ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. നീ എന്താണ് അന്തവും കുന്തവും ഇല്ലാതെ ഒരുമാതിരി എലിവശം നിന്ന് എലിയെ പോലൊക്കെ സംസാരിക്കണത്? ഓഹോ, ഇപ്പൊ എലിയൊക്കെ സംസാരിച്ചു തുടങ്ങി. ഇടി കോഴിക്കുഞ്ഞ്, മരവാഴേ, ഇടി വേറെ ആര് വന്നടി നിന്നെ കെട്ടാൻ പോണെ? ഞാനാടിയേ വീട്ടുകാര് തമ്മിൽ നമ്മളെ കെട്ടിക്കാൻ പ്ലാൻ ഇട്ടേക്കണേ. ഇടി കോഴിക്കുഞ്ഞ്, പിന്നെ ബോധം കട. ഇപ്പൊ അതിനുള്ള സമയമല്ല. നീ എണ്ണിക്ക്. എന്നാ ഇനി അടുത്ത ചെയ്യാന്ന് പറ. അയ്യോ, എനിക്ക് കെട്ടണ്ട. കുഞ്ഞിനെ ചാരി കെട്ടാന. നീ കെട്ടണ്ടായേ. അതിന് ഞാനല്ലേടി നിന്നെ കെട്ടണത്. അല്ലെങ്കിൽ ഇപ്പൊ നിന്നെ ആര് കെട്ടാൻ പോന്നു? പോകണ്ടേ അവിടെ നിന്ന്. എനിക്കെന്റെ ഏത് ഗതികെട്ട നേരത്താ എന്തോ ഇവന് ഈ എലിക്കുഞ്ഞിനെ വീട്ടിൽ കയറ്റാൻ തോന്നിയത്. ഇത്ര നാളും നമ്മുടെ കല്യാണമാണ് മുടക്കാൻ നോക്കിയത്. എങ്ങോളം നമ്മൾ തമ്മിൽ ഇഷ്ടമായിരുന്നു പറഞ്ഞിരുന്നെങ്കിലോ. ഇതിനി എങ്ങനെ മുടക്കൂന്ന് പറ. വെയിറ്റ്, ഇവരെ തമ്മിൽ എന്താ ബന്ധം? ഇവരെങ്ങനെ കെട്ടുന്ന സ്റ്റേജിലെത്തിയത്? ഇതൊക്കെ അറിയണ്ടേ? നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിൽ പോയിട്ട് വരാം. നമ്മുടെ ക്ലാസ്സിലെ പുതിയൊരു പെങ്കൊച്ചായിരുന്നു എന്നാ കേട്ടത്. അടാറായിട്ട് വരുന്നെങ്കിൽ ഒന്ന് വായി നോക്കിയെങ്കിലും ചെയ്യായിരുന്നു. എന്റെ പൊന്ന് ഗ്രീൻ ഫ്ലാഗ്, നിനക്കിപ്പോ ഈ കോളേജിലുള്ള ഒരെണ്ണത്തിനെ വേണ്ടേ? ഇനി വരാൻ പോകുന്ന ആ ഒരു കൊച്ചിനെ മാത്രം മതിയോ? അത് പണ്ടേ അങ്ങനെയാണല്ലോ. ഒരു മാവ് നിറച്ച് പൂത്ത് കായ്ച്ച് പഴുത്ത് നിന്നാ പോലും അവൻ അതിനകത്തിനെ ഉണ്ണിമാങ്ങ കണ്ടുപിടിച്ച് തിന്നലാണല്ലോ ജോലി. അപ്പൊ പിന്നെ ഇത് അങ്ങനെ വരും. എടാ, അവളെ എനിക്ക് വിധിച്ച പെണ്ണാണെങ്കിലോ എന്തിനാ വെറുതെ കിട്ടാത്ത മുതിരിങ്ങയുടെ പുറകെ പോകുന്നത്?
നല്ല വിളഞ്ഞ കേടുവരാത്തെ ഉണ്ണിമാങ്ങ തിന്നാ പോരെ? എടാ, ആ കൊച്ച് ആദ്യം ഒന്ന് വരട്ടെ. വന്നിട്ട് നീ കെട്ടുവോ കെട്ടാതിരിക്കുകയോ ചെയ്യും. ഇതാ പെണ്ണ് വരുന്നതിന് മുന്നേ അങ്ങ് കെട്ടാൻ മുട്ടി നിൽക്കുകയാണല്ലോ. ഇനിയിപ്പോ വരുന്ന കൊച്ച് സുന്ദരി അല്ല, മറിച്ച് കാലില് മന്തും ഒരു ചെവി അടിച്ചു പോയിട്ട് കോങ്ങണ്ണൊക്കെയായി വെളറി വെളുത്ത് ചൊറി പിടിച്ച ഒരു അടാറ് ഐറ്റം ആണെങ്കി എങ്ങനെ ഉണ്ടായിരിക്കും അളിയ? എടാ മാക്കാമാരെ, ഞാൻ ഡ്രീമെങ്കിലും ഒന്ന് കണ്ടോട്ടെടാ, അതെങ്കിലും ഒന്ന് നശിപ്പിക്കാതിരിക്കുക. അയ്യേ, ഇവൻ പറഞ്ഞ പെണ്ണിനെയോ? നിനക്കെന്നട പ്രാന്താണോ? അയ്യേ, അതൊന്നുമല്ല. എന്റെ സുന്ദരിയും സുഖിയുമായ എന്റെ മാത്രം പെണ്ണിനെയാടാ. ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നോ. എന്താടാ ഭയങ്കര ഒച്ച പുറത്ത്? വാടാ, നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. നമ്മളില്ലാതെ ഈ കോളേജിൽ ഒരു അടിയോ? ഇമ്പോസിബിൾ. അതേതാടാ പുതിയ ചെറുക്കൻ? കുരുട്ടിന്റെ അത്ര ഉള്ളല്ലോ. വാടാ, നമുക്കൊന്ന് പോയി നോക്കാം. അത് തേജല്ലേ? ഇവന് നന്നാവാൻ ഒരു പ്ലാനും ഇല്ല എന്റെ കർത്താവേ. നമ്മളെ പോലെ തല്ലണ്ട മാവാൻ ഞങ്ങള് നന്നാവൂല എന്ന് പറഞ്ഞ് നടക്കുന്നവനെങ്കില് അവനും പിന്നിങ്ങല്ലേ വരൂ. നീ നിർത്തിക്കോ. ഫസ്റ്റ് ഡേ തന്നെ വന്ന് കേറി ഷോ ഇറക്കാൻ നിൽക്കാണ്ട്. ഞാൻ ഷോ ഇറക്കാൻ വേണ്ടി തന്നെയാ വന്നത്. ഇനി ഇറക്കുകയും ചെയ്യും. നിനക്ക് നിർത്താൻ പറ്റുമെങ്കിൽ നീ നിർത്തിപ്പോളെ കൊണ്ടക്കോലെ. ഏജ് ഇപ്പൊ നിർത്തുന്നത് നമുക്ക് നല്ലത്. എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. ഒരു ജൂനിയർ കാരണം സീനിയേഴ്സായ നമ്മള് നാണം കെടുന്നത് ശരിയല്ല. ഉള്ള വിലയും കൂടി പോകും. വന്നേ നീ. ഇത്രയും നാള് ഈ കോളേജില് നിങ്ങൾ രണ്ടും വിലസിയെന്ന് മനസ്സിലായി. ഇനി ആ ചരിത്രം മാറ്റി എഴുതിക്കും. ഇനി ആമിയുടെ ടൈമാ. ആമിയുടെ. എടാ, അത് പെണ്ണാടാ. എന്താ ഊശിരോടാ നാടൻ പെണ്ണ്. അവളാണ് കൊള്ളാലോ. കോഴിക്കുഞ്ഞിന്റെ അത്ര ഉള്ളു. എന്നിട്ടാ മനസ്സിനെ. ഇതെന്താണ് ഇങ്ങനെ ഒരു പാട്ട്? എന്റെ ഭാര്യ സങ്കല്പം അടിച്ചുടച്ച് 100 കഷ്ണങ്ങളാക്കിയാണ് അവള് 100 കഷ്ണങ്ങളാക്കി. ഇതിലും ഭേദം ഇവൻ പറഞ്ഞ ആ കോമണുള്ള പെണ്ണിനെയായിരുന്നു. അങ്ങനെ പറയല്ലേ അളിയാ. ഇപ്പൊ തന്നെ നീ കേട്ടടാ, ഞങ്ങൾ ദത്താലി മനസ്സിന് ഓടി വരാം. ഓടാ. എന്നിട്ട് വേണം നാളത്തെ പത്രത്തിലെ ഫ്രണ്ട് പേജില് ഒരു ചെറുപ്പക്കാരൻ കോടിക്കുഞ്ഞിന്റെ കൊത്തേറ്റ് മരിച്ചു എന്ന് കേൾക്കാനെ കൊണ്ട്. നീ സീനിയർ ആണെന്നും വെച്ച് നിന്നെ പേടിക്കുന്ന ടീച്ചറുകളുടെ അടുത്ത് നിന്റെ വേലത്തരം കാണിച്ചാൽ മതി. എന്റെ അടുത്ത് അത് എങ്ങനെയായാലും നടക്കത്തില്ല. കേട്ടല്ലോ? സീൻ മോനെ ആടിയാ. ഇവൻ പറഞ്ഞ പോലെ അവളെ എങ്ങാണ് ഇവൻ കെട്ടിക്കഴിഞ്ഞ നാളെ ഉറപ്പായിട്ടും കേറിയിറങ്ങും. കോഴിക്കുഞ്ഞ്, നീയാണ് കൊള്ളാലോ. കാണാനും സ്വഭാവത്തിനും ഒരു തന്റെയുള്ള ചെക്കന്റെ തന്നെ. ആരാടാ നിന്റെ കോഴിക്കുഞ്ഞ്? ദേ, അവന്മാർക്ക് കിട്ടിയതിന്റെ ബാക്കി നിനക്ക് കിട്ടണ്ടെങ്കിലേ മിണ്ടാതെ പോവാൻ നോക്കോ. ചൂടാവാതെ പെണ്ണേ, നീ ക്ലാസ്സിൽ വന്നല്ലേ, ഒന്ന് പരിചയപ്പെടണ്ടേ? അതല്ലേ അതിന്റെ ശരി. അന്നാ അങ്ങനെ വേണം ആദ്യം വരാൻ. അല്ലാണ്ട് ആദ്യമേ കാണുന്ന ആളെ കയറി കോഴിക്കുഞ്ഞേ എന്ന് വിളിക്കല്ല വേണ്ടുന്നേ. അതുതാ ഇതുപോലെ കണ്ണീരിക്കുന്നത് എല്ലാ കോഴിക്കുഞ്ഞ് കിയോ കിയോ. എടാ മറക്കല, നിനക്ക് എന്തോന്നാ വേണ്ടുന്നേ? എനിക്കൊന്നും വേണ്ട. എന്തായാലും ഞാൻ നിന്റെ പേര് ചോദിക്കണില്ല. എനിക്ക് നീ കോഴിക്കുഞ്ഞ്, ഞാൻ അങ്ങനെ വിളിക്കും. ഈ ഡിങ്കനെ നീ ഇതിപ്പോ എവിടുന്നാ പറന്നു വന്നേ? നിന്നോട് ഫൈറ്റ് ഉണ്ടാക്കിയപ്പോഴേ ഞാനുണ്ട്. പിന്നെ അവനാരാന്ന് നിനക്കറിയോ? അവനാണ് ഇവിടുത്തെ മെയിൻ റൗഡി ബോയ്. അവനെ ഇതുവരെ ആരും തോപ്പിച്ചിട്ടില്ല. ഞങ്ങളോടൊട്ട് ഫൈറ്റ് ഉണ്ടാക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ടൊട്ട് ഞങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റില്ല. നിന്നെ പോലെ തന്നെ അവനോടുള്ള ഇംപ്രഷൻ ഞങ്ങൾക്കും. ഇതാ അങ്കത്തട്ടിലേക്ക് ചരിത്രം മാറ്റി എഴുതിക്കൊണ്ടൊരു ജൂനിയർ കോഴിക്കുഞ്ഞു വന്നിരിക്കുന്നു. എന്താ മോളെ പേര്? ഇതൊക്കെ ഇത് എവിടുന്ന് മുങ്ങി വരുന്നു? ഇനിയിപ്പൊ ആരെങ്കിലും ഉണ്ടോ ബാക്കി? ഞാനും കൂടെ ഉണ്ടല്ലോ. ഞാനില്ലാതെ ഇവര് കംപ്ലീറ്റ് ആവില്ല. ഓഹോ, അപ്പൊ ആ 3 ഇഡിയറ്റ്സ് നിങ്ങളാണല്ലേ? അത് വേണേ നമുക്ക് 4 ആക്കാം. നീയും കൂടെ ഒന്ന് വിചാരിച്ചാ മതി. അല്ല, പേര് പറ കുരുട്ടെ. ഉരുട്ട് നിന്റെ. ഞാൻ വരിക. ആമിന്ന് വിളിച്ചാ മതി.
നിന്റെ പേര് എന്താണെങ്കിലും ഞാൻ കോഴിക്കുഞ്ഞെന്ന് വിളിക്കും. ഈ എലിക്കുഞ്ഞിന്റെ മോന്തയുള്ളവനെ ഞാൻ എടാ ചക്ക. അപ്പൊ എങ്ങനെയാ മോളെ ആമി, ഈ എലിക്കുഞ്ഞിനെ ഞങ്ങളെ അങ്ങ് ഏറ്റെടുക്കല്ലേ, നമുക്ക് ഫ്രണ്ട്സ് ആവാൻ. ആ അതൊന്ന് എനിക്കൊന്ന് ആലോചിക്കണം. അതെന്തിനാണ് ഇത്ര ആലോചിക്കാന്? നീ അങ്ങോട്ട് ഉറപ്പിക്കുന്നേ, ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം. അങ്ങനെ ഇതാ കോഴിക്കുഞ്ഞിന്റെ അവസാനം അടുത്തിരിക്കുന്നു. നിങ്ങളുടെ തെയ്യം എടുത്തു എന്ന് പറ. അല്ല, നിങ്ങളുടെ ഒക്കെ പേരെന്താ? ഈ എലിക്കുഞ്ഞിന്റെ പേരെന്തായാലും വേണ്ട. എന്നെ കോഴിക്കുഞ്ഞെന്നെ വിളിക്കത്തുണ്ടെങ്കിൽ ഞാനും എലിക്കുഞ്ഞിനെ വിളിക്കുള്ളൂ. അതൊക്കെ മതി. ഈവന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് എന്തിനാ? ഞാൻ ജാക്ക്, ഇത് നവീൻ, അതാൾട്ടം. ഞാൻ ഇത്രയും നാളും ആളുടെ പേര് കണ്ടുപിടിച്ചത്, ആ കാറിനിട്ടത് ആരാന്ന് തപ്പി നടക്കരുത്. അപ്പൊ നീയാണല്ലേ ആ കാറ് പുറത്തിറക്കിയത്. വേണ്ട വേണ്ട, എന്നോട് തന്നെ വേണ്ട. എടാ, നിന്നെ പോലെ ഒരു പിരി ഒഴികെ ബാക്കിയുള്ള പിരികൾ മൊത്തോയി വെള്ളം പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്റെ ഡ്രീം. യോഗമില്ല ഉണ്ണിയേ, അത് ഞങ്ങളല്ലേ മോനെ പറയണ്ടേ അളിയാ. എന്താണ് മോനെ ബ്രോക്കൺ ഹാർട്ട്? അല്ല, ബ്രോക്കണായിന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അത് നിന്നെ കണ്ടാൽ അറിയില്ലേ നിന്റെ ഹാർട്ട് പൊട്ടി 10 കഷ്ണങ്ങളായിന്ന്. അതിലിപ്പോ എന്താണ് ഇത്ര അറിയാനുള്ളത്?